The leaders of the BJP are disconnected from the people. നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഇവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ നോക്കുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ബിജെപിയുടെ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, ജനങ്ങളിൽ നിന്ന് മാറി അടങ്ങി നിൽക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. The older people amongst you must remember my grandmother Indira Gandhi. നിങ്ങൾ ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ ഒരുപക്ഷെ എന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ What a deep respect and connection she had with the tribal people of India. എന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിലെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളോട് വളരെ ആഴത്തിലുള്ള ബഹുമാനവും അതുപോലെയുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നു. She always told us that your way of living, that you were connected to the forest, to the land, to the waters of the earth. This was the right way of living. അതെ, നമ്മൾ പക്ഷെ വച്ചു അപ്പോഴേക്കും ടൈംസ് ഓഫ് ഇന്ത്യ കൊണ്ട് വച്ചു. ജീവിത രീതി എപ്പോഴും ഭൂമിയായിട്ടും പ്രകൃതിയുമായിട്ടും ജലവുമായിട്ടും വനവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആദിവാസി സമൂഹത്തിന്റെ ജീവിത രീതിയാണ് യഥാർത്ഥ ജീവിത രീതി എന്ന് പറയുമായിരുന്നു. As the world advances, it is also turning back to these traditional ways of living. അത് മാത്രമല്ല, ലോകം ഇന്ന് പുരോഗതി പ്രാപിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ പരമ്പരാഗതമായ ജീവിത ശൈലികളിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. Learning how to balance the environment with livelihood. അത് മാത്രമല്ല, പ്രകൃതിയും നമ്മുടെ ജീവനോപാധിയും അത് തമ്മിലുള്ള സന്തുലിതാവസ്ഥ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് ചിന്തിക്കുകയാണ്. On the basis of this understanding that Indira Gandhi had, that she did so much for the rights of the tribal people. ഈ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദിരാഗാന്ധിജി നമ്മുടെ നാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് നമ്മളാണെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മീറ്റിംഗ് അടക്കം എല്ലാം ചോദിച്ചു, വാർത്ത ചോദിച്ചു. Government in the center brought the forest rights act, brought Manrega to help the poorest of the poor to have opportunities for employment and the right to education. പിന്നീട് അതിനുശേഷമാണ് കേന്ദ്രത്തിലുള്ള UPA ഗവൺമെന്റ് വനാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഏറ്റവും ദരിദ്രരായവർക്ക് തൊഴിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നത്. Today the BJP is attacking these very rights. ഈ അവകാശങ്ങളെയാണ് ഇന്ന് BJP ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Across India, it is snatching the land of the tribals and handing it over to big businessmen friends. ഈ രാജ്യം മുഴുവൻ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരുടെ ഭൂമി എടുത്തു മാറ്റിയിട്ട് അവരുടെ വലിയ അതിസമ്പന്നരായ വ്യവസായികൾക്ക് നൽകുകയാണ് BJP ചെയ്യുന്നത്. And the Forest Right Act is being diluted. അതുമാത്രമല്ല, വനാവകാശ നിയമത്തിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ് അവർ. So you have to fight